എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ പ്രൈവറ്റ് മെസ്സേജിലാണെങ്കിലും ഇമെയിലാണെങ്കിലും ഒരുപാട് പേര് അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അതുപോലെ അവർക്കുള്ള ഇൻസെക്യൂരിറ്റീസും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അതിനൊക്കെ റിപ്ലൈ ചെയ്യണമെന്ന് തോന്നാറുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം അത് ഓരോന്നും ടോട്ടലി പേഴ്സണൽ സ്പേസിലുള്ള കാര്യങ്ങളാണ്. ആൻഡ് അത് മാറ്റാൻ അവനവനെ സാധിക്കൂ. സോ അത് സ്വയം പ്രോസസ്സ് ചെയ്ത് ഓവർകം ചെയ്യേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സമയത്ത് പല രീതിയിലുള്ള ഇൻസെക്യൂരിറ്റീസ് എന്നുള്ളത് ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ ഞാൻ തന്നെയാണ് ഫൈറ്റ് ചെയ്ത് ഓവർകം ചെയ്തിട്ടുള്ളതും. സോ എനിക്കും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾക്കും എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഈ സമയത്ത് നിഗ്ലക്റ്റ് ചെയ്യാതെ, കണ്ടില്ല എന്ന് നടിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അതിനെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്യുക. സോ ദാറ്റ് വെറുതെ നിങ്ങളുടെ എനർജി ആ ഒരു ഇൻസെക്യൂരിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്ത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. അതിനു പകരം നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയെ ക്രിയേറ്റീവായ, കൺസ്ട്രക്റ്റീവായ പല കാര്യങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കും. എന്നാലും എൻ്റെ സൈഡിൽ നിന്നും ആസ് എ ബ്രദർ, ആസ് എ ഫ്രണ്ട്, എല്ലാ തരത്തിലുള്ള ഇൻപുട്സും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഹെൽപ്പും നിങ്ങൾക്കുണ്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ എല്ലാ ആണുങ്ങളും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന 6 ഇൻസെക്യൂരിറ്റീസിനെ പറ്റി നോക്കാം. മാത്രമല്ലാതെ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് വരാമെന്നും എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. അതായത് എനിക്കറിയാവുന്ന മാക്സിമം ലെവലിൽ തന്നെ പറഞ്ഞു തരാം. അത് നിങ്ങളെ കൂടുതൽ സെൽഫ് കോൺഫിഡൻ്റ് ആക്കി മാറ്റാനായി വളരെയധികം സഹായിക്കും. ഫസ്റ്റ് ഇൻസെക്യൂരിറ്റി ആണ് നോട്ട് ബീയിങ് സ്മാർട്ട്, നോട്ട് ബീയിങ് ടഫ്, നോട്ട് ബീയിങ് ഫണ്ണി. ഇത് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മളെക്കാളും കൂടുതൽ സ്മാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ളത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതും ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഇഷ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗായ ആണ് എന്നുണ്ടെങ്കിൽ, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഫീല് വരാനും സാധ്യതയുണ്ട്. അതായത് ആ ടഫ് ആയിട്ടുള്ള വ്യക്തി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ സിമ്പിളായി ഡീൽ ചെയ്യുന്നത്, സിമ്പിളായി മാനേജ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു കോംപ്ലക്സ് ഉണ്ടാവാനായി സാധ്യതയുണ്ട്. ലൈക്ക്, എന്തുകൊണ്ടാണ് എനിക്ക് അവരെ പോലെ ടഫായി മാറാൻ സാധിക്കാത്തത്, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായി സാധിക്കാത്തത്. സോ ഇതും ഒരു ഇൻസെക്യൂരിറ്റിയിൽ പെടുന്നതായിരിക്കും. ആസ് വെൽ ആസ് ഇതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ വളരെ ചിയർഫുൾ ആൻഡ് ഫണ്ണി ആയിട്ടുള്ള ഒരു ഗായ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവരെല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചു വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമേ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത് എന്ന് പറഞ്ഞ് ഈ ഒരു കാര്യത്തിലും ഇൻസെക്യൂരിറ്റി ഉണ്ടാവാനായി സാധ്യതയുണ്ട്. ഇങ്ങനെ ഇൻസെക്യൂരിറ്റി ഉള്ളത് വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത് എത്ര ലെവൽ വരെ ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അതായത് ഇപ്പോൾ നമ്മളെക്കാളും ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ, ഓക്കെ, ഹീ ഈസ് സ്മാർട്ടർ ദാൻ മീ, ഞാൻ അത്രയ്ക്ക് വലിയ സ്മാർട്ടൊന്നും അല്ല, പക്ഷേ എന്നാലും ഞാൻ എന്നെ ഇംപ്രൂവ് ചെയ്യാനായി ട്രൈ ചെയ്യും. ഇനി ഞാനിപ്പോൾ സ്മാർട്ട് അല്ലെങ്കിലും അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണെങ്കിലും കുഴപ്പമില്ല. അതായത് നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ ടോപ്പറായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ എല്ലാവർക്കും തന്നെ ക്ലാസ്സിൽ ഇതുപോലെ ടോപ്പറായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ലല്ലോ. സോ പലർക്കും ഓക്കെ, അവൻ പഠിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പല സിറ്റുവേഷനും ഇതുപോലെ ഓക്കെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യുമല്ലോ. ഈ രണ്ട് സിറ്റുവേഷൻസും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആളെ പോലെ ആവാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് വിഷമിച്ചു കൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം. സോ ഒന്നുകിൽ സ്മാർട്ട് ആവാനായിട്ട് സ്വയം തയ്യാറായി അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. അല്ല എങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെയാണോ അത് സ്വയം അക്സെപ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് സ്വന്തം നേച്ചർ എന്ന് മനസ്സിലായാൽ അതിൽ സ്വയം കോൺഫിഡൻ്റ് ആയിരിക്കണം. സെക്കൻഡ് കോമൺ ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി ആണ് ഹെയർ എന്നുള്ളത്. എനിക്ക് തന്നെ പേഴ്സണലി പല മെസ്സേജസും വരാറുണ്ട്. ബ്രോ, എനിക്ക് 20 വയസ്സേ ആയിട്ടുള്ളൂ, ഈ ഒരു സമയത്ത് തന്നെ എൻ്റെ മുടി ഒരുപാട് കൊഴിയുന്നുണ്ട്, അതുപോലെ മുടിയൊക്കെ ഒരുപാട് ഗ്രേ ആയി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ താടിയുടെ കാര്യത്തിലും, ബ്രോ എനിക്ക് പാച്ചി ബിയേർഡാണ് ബ്രോ ഉള്ളത്, അത്രയ്ക്ക് താടിയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അതിനെ ഉടനെ തന്നെ മാറ്റാനുള്ള പ്രവർത്തികൾ എന്തെങ്കിലും ചെയ്യുക. അല്ല എങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക. സോ ഇപ്പോൾ എനിക്ക് പോലും പല സ്ഥലങ്ങളിലും പാച്ചി ബിയേർഡാണ് ഉള്ളത്. അത് നമ്മൾ നല്ല രീതിയിൽ വെച്ച് വളർത്തുന്നതിന് പകരം ഒരു 0.5 mm അല്ലെങ്കിൽ മാക്സിമം 1 mm എന്നുള്ള രീതിയിലൊക്കെ വളർത്തുകയാണെങ്കിൽ അതും ഒരു സ്റ്റണ്ണിങ് ലുക്ക് എന്നുള്ളത് നൽകുന്നതായിരിക്കും. ഇനി ഇത് നിങ്ങൾ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലീൻ ഷേവ്
ഷേവ് ചെയ്യാനായി ശ്രമിക്കുക. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഇൻസെക്യൂരിറ്റിയാണ് ബിഗ് ഫോർഹെഡ് ഇഷ്യൂസ്, അതുപോലെ തിൻ ഹെയർ ഇഷ്യൂ. സോ ഇത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനും പല ആൾട്ടർനേറ്റീവ്സ് നൽകാൻ പറ്റും. അതായത് ഫോർഹെഡിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ ഹെയർ കുറച്ചുകൂടി ഒരു തിക്കാണ് എന്നുള്ള ഒരു പ്രൊജക്ഷൻ നൽകുന്നതായിരിക്കും. അനദർ തിങ്, നമ്മളുടെ ഹെയർ എന്നുള്ളത് വളരെ തിന്നായിട്ടുള്ള ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ്ങർ ഹെയർ സ്റ്റൈലിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. വളരെ ഷോർട്ട് ആൻഡ് മീഡിയം ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക. എനിക്ക് ഒരു സമയത്ത് ഹെയർ ലോസ് എന്നുള്ളത് വളരെയധികം ഇൻസെക്യൂരിറ്റി ആയി ഫീൽ ചെയ്ത കാര്യമായിരുന്നു. പക്ഷേ ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതിന് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷം അതിനുള്ള കൃത്യമായിട്ടുള്ള പക്കയായിട്ടുള്ള സൊല്യൂഷൻ ഇന്നേ വരെ ലഭിച്ചിട്ടില്ല എങ്കിലും ഓക്കെ, സ്റ്റിൽ ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അടുത്ത മെയിൻ ഇൻസെക്യൂരിറ്റി എന്നുള്ളത് നമ്മളുടെ ബോഡി ഇമേജ് ആണ്. അതായത് നമ്മളുടെ വെയിറ്റ്, ഹൈറ്റ്, കളർ, അപ്പിയറൻസ് എക്സെട്ര. ഇതിൽ പ്രശ്നം വരുന്നത് എവിടെയാണെന്നാൽ ചിലർ സ്വന്തം ഇമേജിനെ കുറിച്ച്, അതായത് സൈക്കോളജിക്കലി സ്വന്തം ഇമേജിനെ കുറിച്ച് ഒബ്സസ്ഡ്, ഓവർലി സെൽഫ് കോൺഷ്യസ് ഓർ ഒരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കുമ്പോഴാണ്. അറ്റ് ദ സെയിം ടൈം ഇനി കുറേ പേര് ഞാൻ ഇങ്ങനെയാണെങ്കിൽ മാത്രമേ കാണാൻ നന്നായിരിക്കുള്ളൂ എന്നുള്ള ഒരു സെൽഫ് ഇമേജ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത് വെക്കും. ചില കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ചില കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ വർക്കൗട്ട് ചെയ്യുക, പറ്റാത്ത കാര്യത്തിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പല ഹൈജീൻ വീഡിയോസിലെ കമൻസിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ നോസ് അത്രയ്ക്ക് ശരിയല്ല ബ്രോ, എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോസാണ് വേണ്ടത്, മൂക്കാണ് വേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇതൊക്കെ ഒരു ഏജ് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അതിനുശേഷം ജസ്റ്റ് ലീവ്, ഡോണ്ട് ഓവർ തിങ്ക്. ദെൻ വെയിറ്റിൻ്റെ കാര്യത്തിൽ ചിലർ ഓവർ വെയിറ്റ് ആയിരിക്കും, ചിലർ അണ്ടർ വെയിറ്റ് ആയിരിക്കും. സോ ഇതൊക്കെ ചില ബേസിക് ആയിട്ടുള്ള സിമ്പിൾ വർക്കൗട്ട് ചെയ്ത് തന്നെ നമ്മളെ കൊണ്ട് മാറ്റാനും സാധിക്കുന്നതായിരിക്കും. ഇതിൽ ഇൻസെക്യൂർ ആവേണ്ട കാര്യമൊന്നുമില്ല. പലരും വിചാരിക്കുന്നത് ഞാൻ നല്ല രീതിയിലുള്ള ആപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഒരു സിക്സ് പാക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ എനിക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള വ്യക്തിയെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെയാണ്. ബട്ട് ട്രസ്റ്റ് മീ, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ബേസ്ഡ് ഓൺ സ്റ്റഡി ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് റിസൾട്ട് മോസ്റ്റ് ഓഫ് ദ വുമൺ പ്രിഫർ ചെയ്യുന്നത് ഫ്ലാറ്റ് സ്റ്റൊമക്ക് ആണ്, അല്ലാതെ ആപ്സ് അല്ല. പലയിടത്തും ഫ്ലാറ്റ് സ്റ്റൊമക്ക് ആണ് നല്ലൊരു ഗുഡ് അപ്പീലിംഗ് എന്നും മെൻഷൻ പോലും ചെയ്തിട്ടുണ്ട്. സോ ആപ്സിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ നല്ലൊരു ലുക്കായി മാറുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റായ കാര്യമാണ്. അതുപോലെ ഫ്ലാറ്റ് സ്റ്റൊമക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എക്സസൈസുകൾ തന്നെ ചെയ്താൽ മതിയാവും. സോ എക്സസൈസ് ചെയ്യുക, ഡയറ്റിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അല്ല എങ്കിൽ ഇതും ചെയ്യാനായിട്ട് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വറി ചെയ്യാനേ സമയമുണ്ടാവുകയുള്ളൂ. ഇതുപോലെ പലർക്കും പിമ്പിൾസ് ആൻഡ് ആക്നീസ് ഒക്കെ ഇൻസെക്യൂരിറ്റി ആയി ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പല മെസ്സേജുകളും കണ്ടിരുന്നു. സോ അങ്ങനെയുള്ളവർ അടുത്ത ഒരു 3 to 1 ഇയറിലേക്ക് നല്ല ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ ഫോളോ ചെയ്യാനായി തയ്യാറാവുക. അതുപോലെ നല്ല രീതിയിലുള്ള വെള്ളവും ഇൻടേക്ക് ചെയ്യുക. സോ നമ്മൾ ഒരു 3 months to 1 year സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലെ സ്കിൻ കെയർ റൂട്ടീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ സ്കിന്നെ നന്നാക്കി എടുക്കാനും അതുപോലെ നമുക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയി മാറാനും സാധിക്കും. അടുത്ത ഫൈനൽ ആൻഡ് കോമൺ ഇൻസെക്യൂരിറ്റി ആണ് ഫോർ അപ്രോച്ചിങ് ഗേൾസ്. പലരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിചാരിക്കുന്നത് അതിനൊക്കെ എനിക്ക് കഴിയുമോ എന്നാണ്. സോ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സെൽഫ് കോൺഫിഡൻസ് മാത്രമാണ്. ആക്ച്വലി ഈ ഒരു ഇൻസെക്യൂരിറ്റി എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ ഏതാനും ഇൻസെക്യൂരിറ്റിയൊക്കെ തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിക്കോളും. കാരണം മുൻപ് പറഞ്ഞ ഏതാനും ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓവർകം ചെയ്യുമ്പോഴേക്കും നമ്മളുടെ കോൺഫിഡൻസ് എന്നുള്ളത് ബൂസ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല ആക്റ്റീവ് ആൻഡ് സ്മാർട്ട് ആയ പേഴ്സണാലിറ്റി ആയും മാറിയിരിക്കും. അല്ല എങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. ഇത്തരത്തിൽ ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള സക്സസ് എന്നുള്ളത് ഈ ഒരു അപ്രോച്ചിങ്ങിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല എങ്കിലും ഓരോ കാര്യവും ഓരോരുത്തരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും അതിൽ നിന്ന് ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അതിലൂടെ തന്നെ നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയി മാറാനും സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇൻസെക്യൂർഡ് ആയിട്ടോ ലോ കോൺഫിഡൻ്റ് ആയിട്ടോ ഒക്കെ ഫീൽ ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നമ്മളുടെ മൈൻഡിനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള വഴി. ദെൻ ഇതിൽ പറയാൻ വിട്ട മറ്റൊരു കാര്യമുണ്ട്, അതാണ് പെനി സൈസ്. സോ അങ്ങനെ നിങ്ങൾക്ക് വല്ല ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഡോക്ടർ കൺസൾട്ടേഷൻ നേടുക. അതിൽ അവർ പറയുന്ന കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷൻ തന്നെ നേടി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. സോ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. സോ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി നിങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായിരിക്കും. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.